എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിക്യു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 17 വൈകുന്നേരം 5 മണിക്കായിരിക്കും നമ്മുടെ ഓൺലൈൻ ക്വിസ് മത്സരം. ഗൂഗിൾ ഫോംസ് വഴിയായിരിക്കും മത്സരം നടത്തപ്പെടുന്നത്. ലിങ്ക് കൃത്യം 5 മണിക്ക് തന്നെ യൂട്യൂബിൽ വരുന്നതാണ്. കൂട്ടുകാർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് പങ്കെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ നോട്ടിഫിക്കേഷൻസിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. ചോദ്യം: ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ്. ഓപ്ഷൻസ്: അരുണ അസഫ് അലി, മാഡം ബിഗാജി ഗാമ, സരോജിനി നായിഡു. നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, ലൈവ് ചാറ്റിൽ രേഖപ്പെടുത്താം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, മാഡം ബിഗാജി ഗാമ. ചോദ്യം: ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: അരുണ അസഫ് അലി, മാഡം ബിഗാജി ഗാമ, സരോജിനി നായിഡു. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, സരോജിനി നായിഡു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ചോദ്യം: സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ്: ഗാന്ധിജി, ലാലാ ലജപത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഗാന്ധിജി. ചോദ്യം: സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു. ഓപ്ഷൻസ്: ഗാന്ധിജി, ലാലാ ലജപത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം: ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഓപ്ഷൻസ്: ഗാന്ധിജി, ലാലാ ലജപത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലാലാ ലജപത് റായ്. ചോദ്യം: നിരാഹാര സമരത്തെ തുടർന്ന് ജയിലിൽ അന്തരിച്ച വിപ്ലവകാരി. ഓപ്ഷൻസ്: അരവിന്ദ് ഘോഷ്, സി രാജഗോപാലാചാരി, ജതിൻ ദാസ്. നിരാഹാര സമരത്തെ തുടർന്ന് ജയിലിൽ അന്തരിച്ച വിപ്ലവകാരി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, ജതിൻ ദാസ്. ചോദ്യം: സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാര്? സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാര്? ഓപ്ഷൻസ്: അരവിന്ദ് ഘോഷ്, സി രാജഗോപാലാചാരി, ജതിൻ ദാസ്. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാര്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി, സി രാജഗോപാലാചാരി. ചോദ്യം: രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: അരവിന്ദ് ഘോഷ്, സി രാജഗോപാലാചാരി, ജതിൻ ദാസ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിൻ്റെ ജീവശ്വാസമാണെന്ന് പറഞ്ഞത് ആര്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, അരവിന്ദ് ഘോഷ്. ചോദ്യം: ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻസ്: അരവിന്ദ് ഘോഷ്, സി രാജഗോപാലാചാരി, ജതിൻ ദാസ്. ആഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, അരവിന്ദ് ഘോഷ്. ചോദ്യം: സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ പകരം നിയമിതനായ വ്യക്തി. ഓപ്ഷൻസ്: പട്ടാഭി സീതാരാമയ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സൂര്യ സെൻ. ഉത്തരമെന്ന് പറയുന്നത്
ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചോദ്യം: തൂവലുകളും കല്ലുകളും ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പുകളാണ്? ഓപ്ഷൻസ്: പട്ടാഭി സീതാരാമയ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സൂര്യ സെൻ. തൂവലുകളും കല്ലുകളും ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഡയറി കുറിപ്പുകളാണ്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ പട്ടാഭി സീതാരാമയ്യ. ചോദ്യം: ചിറ്റാഗോങ് കലാപം സംഘടിപ്പിച്ചത് ആര്? ചിറ്റാഗോങ് കലാപം. ഓപ്ഷൻസ്: പട്ടാഭി സീതാരാമയ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സൂര്യ സെൻ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി സൂര്യ സെൻ. ചോദ്യം: ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് ആര്? ഓപ്ഷൻസ്: പട്ടാഭി സീതാരാമയ്യ, സുബ്രഹ്മണ്യ ഭാരതി, അബ്ദുൽ കലാം ആസാദ്. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് ആര്? ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി സുബ്രഹ്മണ്യ ഭാരതി. ചോദ്യം: 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻസ്: പട്ടാഭി സീതാരാമയ്യ, സുബ്രഹ്മണ്യ ഭാരതി, അബ്ദുൽ കലാം ആസാദ്. 1888 മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ്. ചോദ്യം: കാക്കോരി ട്രെയിൻ കൊള്ള നടന്നത് ഏതു വർഷം? ഓപ്ഷൻസ്: 1922, 1925, 1930. കാക്കോരി ട്രെയിൻ കൊള്ള നടന്ന വർഷം. ഉത്തരമെന്ന് പറയുന്നത് 1925. കൂട്ടുകാർക്ക് ഈ വീഡിയോയിൽ മൊത്തം ലഭിച്ച മാർക്ക് നിങ്ങളുടെ പേര് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.